اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ച നമ്മുടെ ഖുർആൻ പഠന സദസ്സ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഒരുമിച്ച് കൂടുവാൻ വീണ്ടും അവസരം ലഭിച്ചിരിക്കുകയാണ്. റഹ്മത്തിൻ്റെ മലായികത്തീങ്ങൾ ഈ ഒരു സദസ്സിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മളെല്ലാവരും ഈ ഒരു സദസ്സിനെ കാണേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർആൻ പഠനത്തിന് മുന്നേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളായിരുന്നു നാം പഠിച്ചത്. അതിലെ ഒന്നാമതായി നാം പഠിച്ച കാര്യം ഇഖ്ലാസ് ആയിരുന്നു, നിയ്യത്തായിരുന്നു. പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് നാളെ എൻ്റെ പാരത്രിക ലോകത്ത് മുതൽക്കൂട്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പഠനത്തെ കാണുന്നത്, ഇരിക്കുന്നത്, പഠിക്കുന്നത് എന്നൊരു ഉത്തമ ചിന്ത ആദ്യമേ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ സൂറത്തുൽ ബഖറയാണ് നാം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സൂറത്ത് എന്നുള്ളത്. ഒട്ടനവധി ശ്രേഷ്ഠതകളും ഒട്ടനവധി ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് എന്ന നിലക്ക് വലിയ പഠന മേഖലയിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയ സൂറത്തുൽ ബഖറക്കുള്ള ചില ശ്രേഷ്ഠതകളുണ്ട്. ആ ശ്രേഷ്ഠതകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. മഹാനായ സ്വഹാബി വര്യൻ ഉസൈദ് ബിൻ ഖുലൈർ റളിയല്ലാഹു തആല അൻഹുവിന് സംഭവിച്ച ഒരു വിഷയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അദ്ദേഹം രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുതിര അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന അരികിലുണ്ട് എന്നുള്ള ഇദാ ജാലത്തിൽ ഫറസ്സുഹു ഫഖറഅ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന രംഗത്ത് ആ ഒരു സ്ഥലത്ത് ആ ഒരു കുതിരയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ബഖറ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുതിര വിറളി പിടിക്കുകയാണ്, ചാടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ യഹ്യ ആ കുതിരക്ക് തൊട്ടടുത്തായിട്ട് തന്നെ മകനും കിടക്കുന്നുണ്ട്. അപ്പൊ സഹാബി വര്യൻ എന്ത് വിചാരിച്ചു? ഫഖശീതു അൻ തതഅ യഹ്യ, തന്റെ മകനെ ആ കുതിരയെങ്ങാനും ചാടുന്ന ചാട്ടത്തിൽ ചവിട്ടിപ്പോകുമോ, കുതിരയുടെ കാലുകൾ എൻ്റെ യഹ്യയുടെ ശരീരത്തിൽ പതിക്കുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹം ആ ഖുർആൻ പാരായണം നിർത്തി എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറ അങ്ങനെ ഓതുമ്പോൾ കുതിര ഇങ്ങനെ ചാടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു, ഞാൻ ഇന്നലെ പാരായണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി എന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ബോധിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിൽക്കൽ മലായികത്ത്, അത് മലായികത്തീങ്ങൾ കാരണം കാലത്ത് തസ്തമിഉ ലക, നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നതാ. ഈ സഹാബി വര്യൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ട്. ആകാശത്തിൽ ഇങ്ങനെ മേഘാവൃതം ഇങ്ങനെ ഇടിഞ്ഞ് ഒരുമിച്ച് കൂടിയ ഒരവസ്ഥ, അതിലിങ്ങനെ വെളിച്ചം പകരുന്ന രൂപത്തിലും കൂടി ഈ സഹാബി വര്യൻ കാണുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇത് മലായികത്തീങ്ങളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖുദൈർ, നീ ഖുർആൻ പാരായണം എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? നിർത്താൻ പാടില്ലായിരുന്നു. നീ അത് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കണമായിരുന്നു എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നൽകി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തത് ഹദീസുകളിൽ സൂറത്തുൽ ബഖറയുടെ ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചത് ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളെ കബറിടങ്ങളാക്കരുത്. എന്നിട്ട് റസൂലുള്ള പറയാണ് ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, പിശാച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടുമെന്നുള്ളതാണ്. ഇൻഫറ എന്ന് പറഞ്ഞാൽ ഓടി എന്നുള്ളതാണ്. പിശാച് ഓടും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസില് ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങൾ എന്ത് ചെയ്യരുത്, ഖബറിടങ്ങളാക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണമെന്ന. ഈ ഹദീസിൽ നിന്ന് മറ്റൊരു തെളിവും കൂടി നമുക്ക് എടുക്കാൻ കഴിയും. എന്താണ്? ഖബറിടങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്നും കൂടി ഈ ഹദീസിന്റെ തുടക്ക ഭാഗത്ത് നിന്ന് കിട്ടി എന്നർത്ഥം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് സമാനമായ വ്യത്യസ്ത ഹദീസുകൾ ഇതുമായി കടന്നു വന്നിട്ടുണ്ട്. അപ്പോ എന്തായാലും പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ലാ യദ്ഖുലു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാച് ആ വീട്ടിലേക്ക് കയറൂല. ഏത് വീട്ടില്? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ആ സൂറത്തുൽ ബഖറയാണ് നാം പഠിക്കാൻ പോകുന്നത്. നമ്മുടെ വീടകങ്ങളിൽ അത് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ചൊല്ലാനും കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചില ശാരീരിക പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ തപ്പിപ്പിടുത്തം വരുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, ആ ഖുർആൻ എന്നുള്ളത് അതിന്റെ ആളുകൾക്ക് വേണ്ടി ശഫീഅൻ ലി അസ്ഹാബി, ശുപാർശകനായി കടന്നു വരും. ആരാരുടെയും വാക്കുകൾ കേൾക്കാനില്ലാത്ത പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ ഒരാൾക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയാത്ത പരലോകത്ത് പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ അതിന്റെ ആളുകൾക്ക് ശുപാർശകനായിട്ട് വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇഖ്റഉ അസ്സഹറാവൈൻ, നിങ്ങൾ സഹറാവൈൻ ഓതണം. എന്താ ഈ സഹറാവൈൻ? പ്രകാശങ്ങൾ എന്നുള്ളതാണ്. അത് എന്താണ് സഹറാവൈൻ എന്ന് റസൂലുള്ളാഹി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അൽ ബഖറത വസൂറത ആലി ഇംറാൻ, സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനുമാണ് എന്ത്? ഈ സഹറാവൈൻ എന്നുള്ളത്. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, ഈ രണ്ട് സൂറത്തുകള് നാളെ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെയെന്നറിയോ? കഅന്നഹാ ഗമാമത്താൻ, അല്ലേ, മേഘക്കൂട്ടങ്ങളായിട്ട് നാളെ പരലോകത്ത് നിങ്ങൾക്ക് തണലായി താങ്ങായിട്ട് ഈ രണ്ട് സൂറത്തുകൾ കടന്നു വരും. എന്നിട്ട് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വിശദീകരണം പറയാം. പക്ഷിക്കൂട്ടങ്ങളെ പോലെ കടന്നു വരും. എന്തിനു വേണ്ടി? തുഹാജാനി അൻ അസ്ഹാബിഹിമാ, അള്ളാഹുവിനോട് ആവശ്യം ബോധ്യപ്പെടുത്താൻ. എന്നെ പാരായണം ചെയ്തവനാ, സൂറത്തുൽ ബഖറയും ആലി ഇംറാനും ചൊല്ലിയവനായവൻ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഈ സൂറത്തുകൾ പ്രത്യേകിച്ച് വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരു ശ്രേഷ്ഠത എന്തായിരുന്നു ഈ സൂറത്ത് എന്നുള്ളത്? ഫഇന്ന അഖദഹാ ബറക, ഈ സൂറത്ത് ഒരാൾ സ്വീകരിക്കുകയാണ് അതിന്റെ പഠനം കൊണ്ട്, അതിന്റെ പാരായണം കൊണ്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് ആരെങ്കിലും സ്വീകരിച്ചാൽ ഇത് ബർക്കത്താണ്. ഇത് ബർക്കത്താണ്. ഏത്? ഈ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, ഈ സൂറത്തുൽ ബഖറ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് ഹിഫ്ളാക്കുക, ഇങ്ങനെയുള്ളതെല്ലാം ബർക്കത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? വതറകഹാ ഹസറാ, ഇതാരെങ്കിലും ഉപേക്ഷ വരുത്തുകയാണ്, ഇതിനെ സ്വീകരിക്കുന്നില്ല, ഇത് പഠിക്കാനോ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ അവൻ തയ്യാറാവുന്നില്ല എങ്കിൽ അത് നഷ്ടമാണ്, അതവനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാചകം എന്താ? വലാ തസ്തതിഉഹാ അൽ ബഖല, ഈ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവനിലേക്ക് സിഹ്ർ ബാധിക്കൂല, അതല്ല എങ്കിൽ തത്തുല്യമായിട്ടുള്ള അവസ്ഥകൾ അവനിലേക്ക് ബാധിക്കൂല.
സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവര് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന ഓഫറാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇനി അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു, ഇനി ഒരാൾ ഖുർആൻ ഓതി അല്ലെ സൂറത്തുൽ ബഖറ, അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. പൊതുവെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഒട്ടനവധി ശ്രേഷ്ഠതകളുള്ള ഈ സൂറത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത് ഏതായിരുന്നു? ആയത്തുൽ കുർസിയിലെ അഅ്ലമുൽ ആയയാണ്, ഏറ്റവും മഹത്തായിട്ടുള്ള ആയത്ത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. ഈ ആയത്തുൽ കുർസിനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ നിന്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്, നീ നിന്റെ കിടക്കപ്പായിലേക്ക് പോവുകയാണ്, ഫഖ്റ ആയത്തുൽ കുർസി, നീ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസിയെ ഓതണം. ലയസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, ആ ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുന്നതിലൂടെ റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണ കവചം നിന്നിൽ ഇറക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വലാ യഖ്റബുക ശൈത്താൻ, നിന്നിലേക്ക് പിശാച് അടുക്കുകയില്ല. ആയത്തുൽ കുർസി ഒരു ദിവസം എത്ര തവണ ചൊല്ലണം? എത്ര തവണയാണ് ചൊല്ലുക? 8 തവണ ആയത്തുൽ കുർസി ചൊല്ലണം. എപ്പോഴൊക്കെയാണ്? ഒന്ന് 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അല്ലേ, ആരെങ്കിലും ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള എന്ത് മാത്ര? മരണം മാത്രമാണുള്ളത്. അത്രയും ശ്രേഷ്ഠതയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ രാവിലെയും വൈകുന്നേരം അദ്കാറു സബാഹ്, അദ്കാറുൽ മസാഹി, 7 പിന്നെ എപ്പോഴാ? ഈ ഹദീസിൽ പറയപ്പെട്ട ഇദാ അവൈത ഇലാ ഫിറാശിക് ഫഖ്റ ആയത്തുൽ കുർസി, നീ നിന്റെ ബെഡ്റൂമിലേക്ക്, നീ നിന്റെ കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ നീ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരു ശ്രേഷ്ഠത എന്തായിരുന്നു? മൻ ഖറഅൽ ആയതൈൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത്താ, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്താൽ അവന്റെ പ്രതിഫലം എത്രയാ? കഫത്താ, അവൻ അത് മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏതാണ് പ്രിയപ്പെട്ടവരെ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്ത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകൾ പാരായണം ചെയ്ത് അത് മതി അവന്, സംരക്ഷണ കവചമായിട്ടും എല്ലാം കൊണ്ടും അവന് അത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല മുൻകാല വേദഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ലാത്ത അത്രയും മഹത്തരമേറിയ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് ഇത് എന്നും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തില് സൂറത്തുൽ ബഖറ അറിയുന്ന വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രായം കുറവാണെങ്കിൽ പോലും അവനെ അമീറാക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞു വന്നത്, ഒന്ന് ഒരു സ്വഹാബി വരിയല്ലേ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ അദ്ദേഹത്തിന്റെ കുതിര ഇങ്ങനെ ചാടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാണ്. അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയാൽ എന്ത് ചെയ്യൂ? ആ കുതിര നിർത്തി. ഖുർആൻ പാരായണം തുടർന്നാൽ ആ കുതിര ചാട്ടം തുടങ്ങി എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അത് മലായികത്തീങ്ങളാണെന്ന് പറഞ്ഞു. പൊതുവെ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യും? മലായികത്തീങ്ങൾ കടന്നു വരും അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ, മിസ്വാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളും നേരെ മലക്കിലേക്കാണ് എത്തുക എന്ന് നമ്മൾ പഠിച്ചു. മലക്കുകൾ പൊതുവെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കടന്നു വരും. എന്നാൽ പ്രത്യേകം ഇവിടെ സൂറത്തുൽ ബഖറ എടുത്തു പറഞ്ഞത് അതിന്റെ പ്രതിഫലത്തെ, അതിന്റെ ശ്രേഷ്ഠതയെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എന്താ പറഞ്ഞത്? ലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഫഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈതി അല്ലതി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. എന്താണ്? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി ഒളിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ കബറിടങ്ങളാക്കരുത്,
സൂറത്തുൽ ബഖറ ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊന്നോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. ഖുർആൻ ഓതണം, ആ ഖുർആന് നാളെ നിങ്ങൾക്ക് ശുപാർശകനായിട്ട് കടന്നു വരും. എന്നിട്ട് പ്രത്യേകം റസൂലുള്ളാഹി സൂറത്തുൽ ബഖറയെയും സൂറത്തു ആലി ഇംറാനിനെയും പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലേ, അത് നാളെ കടന്നു വരും. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ. മേഘക്കൂട്ടങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളായിട്ട് നാളത് ഖിയാമത്ത് നാളിൽ കടന്നു വരും. എന്തിനു വേണ്ടിയിട്ടാ കടന്നു വരിക? തുഹാജാനി അൻ അസ്ഹാബിഹിമാ. അതിന്റെ ആളുകൾക്ക് വേണ്ടി അല്ലേ, അള്ളാഹുവിനോട് ആവശ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനം കൂടി നമ്മൾ പഠിച്ചു. പിന്നെയോ ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹാ ബറക. നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന അഖദഹാ ബറക. ആ സൂറത്തുൽ ബഖറ നിങ്ങൾ സ്വീകരിക്കുന്നത് ബർക്കത്താണ്. അത് ഉപേക്ഷിക്കുന്നതോ ഹസറ, തീരാ നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ സിഹിർ പോലെയുള്ള അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള പൈശാചിക ഉപദ്രവങ്ങൾ സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലെ. ആരെങ്കിലും ആയത്തുൽ കുർസി ആയത്തുൽ കുർസി നിങ്ങൾ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ആ ആയത്തുൽ കുർസിയുടെ പവിത്രതയും മഹത്വവുമാണ് പഠിച്ചത്. അത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവന് സംരക്ഷകനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്, അവനിലേക്ക് പിശാച് അടുക്കുകയില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചു അല്ലെ. പിന്നെ മൻ ഖറഅൽ ആയതൈൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ എന്ത് കിട്ടി? കഫതാ, അവന് അത് മതിയാകുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശ്രേഷ്ഠതകള് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു പഠനത്തിലേക്ക് കടക്കുമ്പോൾ പഠിച്ചോനെ, ഞാൻ ഓതുന്ന ഈ സൂറത്ത് എന്റെ വീട്ടിൽ എന്തില്ല, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവൂലല്ലോ അല്ലെ. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ അസ്വാരസ്യങ്ങൾ നിറക്കുന്നത് ആരാ? പിശാചല്ലേ. ഈ പിശാചല്ലേ പ്രിയപ്പെട്ടവരെ. മക്കൾ വഴികേടിലായി പോകുന്നതിന്റെ പ്രധാന ഉത്തരവാദി ആരാ? പിശാചല്ലേ പ്രിയപ്പെട്ടവരെ. വീട്ടിൽ തിന്മകൾ നിറയുന്നതിന്റെ പ്രധാന ഉത്തരവാദി ആരാ? പിശാചല്ലേ പ്രിയപ്പെട്ടവരെ. ആ സൂറത്തുൽ ബഖറ ഒന്ന് വീട്ടിൽ ഓതി നോക്കിയേ. സാധാരണ ഈ മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരോട് പണ്ഡിതന്മാരെ പറയലുണ്ട്, എന്ത് ചെയ്യണം? ഒരു സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. നിങ്ങൾ സൂറത്തുൽ ബഖറ, പിശാചുകൾ ഇല്ലാതായാല് ഈ ടെൻഷനും സങ്കടവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാം, നമ്മൾ സൂറത്തുൽ ബഖറയാണ് പഠിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തുൽ ബഖറ ഞാനൊരു 3 ദിവസം കൊണ്ടെങ്കിലും എന്ത് ചെയ്യും? സൂറത്തുൽ ബഖറ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ അല്ലട്ടോ വേണ്ടത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഖൈറ്. ഞാൻ നാളെ ഏറ്റവും ലളിതമായത് പറഞ്ഞതാ. ഒരു 3 ദിവസം കൊണ്ടെങ്കിലും സൂറത്തുൽ ബഖറ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയൊരു തൗഫീഖ് നമുക്ക് മറ്റെവിടെ നിന്നും ലഭിക്കില്ല എന്നുള്ള ബോധം കൂടി നമുക്ക്. വെറും 286 ആയത്തുകൾ അല്ലേ, ഒരു 100 പിന്നെ ഒരു 86 ആയത്തും കൂടി ഓതിയാൽ എന്ത് ചെയ്തു? നമുക്ക് സുഖസുന്ദരമായി തീർക്കാം. പിന്നീട് ഇങ്ങനെ ഓതുന്നിടത്തോളം കാലം എന്താവും? നമുക്കിത് എളുപ്പമായി മാറും, നമുക്ക് പെട്ടെന്ന് ഓതാൻ കഴിയും. അപ്പൊ അതൊരു തീരുമാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വേഷത്തില് പിശാച് വന്നിട്ട് പറഞ്ഞു കൊടുത്തതാ. അത്രയും ശ്രേഷ്ഠതയും പവിത്രതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറഞ്ഞപ്പോ കളവ് പറയുന്നവനാ, എന്നാൽ ഇത് സത്യമാണ് പറഞ്ഞത് എന്ന് കൂടി പറഞ്ഞു. അത്രയും പ്രതിഫലമുണ്ട് ഈ ആയത്തുൽ കുർസി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എന്താണ് കേവലം ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്നു, നമ്മളിവിടെ കേട്ടു, അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചു എന്നുള്ളതിലുപരി കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൂടി ഉണ്ടാവണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പഠനത്തിന് നാം അവലംബിക്കുന്ന തഫ്സീർ എന്നുള്ളത് തഫ്സീർ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറാണ്. ഇൻഷാ അല്ലാഹ്
ഒരുപാട് ഫവായിദുകളും ഒരുപാട് കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു തഫ്സീർ എന്ന നിലക്ക് അതും അല്ലാത്ത തഫ്സീറുകളും നാം അവലംബിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ആയിരിക്കും നാം അവലംബിക്കുക എന്നും കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ സൂറത്തുൽ ബഖറ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ എവിടെയാണ് അവതരിച്ചത്? മദീനയിലാണ് അവതരിച്ചത് അല്ലെ? ഇൻഷാ അല്ലാഹ് ആയത്തുകളിലേക്ക് വരാം. അതിനു മുന്നേ ഇത്തരം കാര്യങ്ങൾ പറയാമെന്ന നിലക്കാണ്. മദീനയിലാണ് അവതരിച്ചത്. നമ്മൾ രണ്ട് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ അവതീർണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെടുന്നത്. ഒന്ന് മക്കിയാണ്, രണ്ടാമത്തെ മദനിയാണ്. ഒന്ന് മക്കിയാണ്, രണ്ടാമത്തത് മദനിയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഒന്ന് മക്കിയയും രണ്ടാമത്തെ മദനിയയുമാണ്. അപ്പൊ ഈ മക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? മക്കത്ത് നിന്ന് ഇറങ്ങിയത്. അപ്പൊ മദനിയ എന്ന് പറഞ്ഞാലോ മദീന. അതിനേക്കാൾ ഒന്നും കൂടി സൂക്ഷ്മമായിട്ടുള്ള നിലപാട് എന്നുള്ളത് ഹിജറക്ക് മുമ്പും ഹിജറക്ക് ശേഷവുമാണ്. കാരണം മദനിയ എന്ന് പറയപ്പെട്ട സൂറത്തുകൾ അതില് മക്കത്ത് അവതരിച്ച സൂറത്തുകൾ ഉണ്ട്. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്തൊക്കെ അവതരിച്ച സൂറത്തുകളുണ്ട്. അപ്പൊ ഏറ്റവും പണ്ഡിതന്മാര് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിന് ശരിയായിട്ടുള്ള രൂപം എന്നുള്ളത് ഏതാണ്? ഖബലൽ ഹിജ്റതി വ ബഅദഹാ. ഹിജ്റക്ക് മുന്നേ ഇറങ്ങിയ സൂറത്തുകൾക്ക് എന്ത് നാം പറയും? മക്കിയ. എന്താണ് പറയാ? മക്കിയ, സൂറത്തുൽ മക്കിയ. അതുപോലെ തന്നെ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്ക് നമ്മൾ എന്താ പറയാ? മദനിയ, സൂറത്തുൽ മദനിയ എന്ന് നമ്മൾ പറയും. ഈ സൂറത്തുൽ ബഖറ അവതരിച്ചത് എവിടെയാ? നസലത്തു സൂറത്തുൽ ബഖറ ബഅദൽ ഹിജ്റ. ഹിജ്റക്ക് ശേഷമാണ് എന്ത് ചെയ്തത്? സൂറത്തുൽ ബഖറ അവതരിച്ചത്. അതിനാൽ തന്നെ ഫഹിയ മദനിയത്തുൻ. ഈ സൂറത്ത് അറിയപ്പെടുന്നത് എന്ത് സൂറത്തായിട്ടാണ്? മദനിയ സൂറത്തായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഫഇന്ന കുല്ലമാ നസല ബഅദൽ ഹിജ്റതി ഫഹുവ മദനിയുൻ. ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ മുഴുവൻ സൂറത്തുകളും എന്ത് സൂറത്തുകളാ? മദനിയ സൂറത്തുകളാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി എന്താണ് ഈ മദനിയ സൂറത്തിനും മക്കിയ സൂറത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. ആർക്കെങ്കിലും പറയാൻ കഴിയോ? അതെ, കുറച്ചും കൂടി ശക്തമായ ഭാഷയിലായിരിക്കും മക്കിയ സൂറത്തുകളൊക്കെ ഉണ്ടാവുക. പ്രധാനമായിട്ടും അഭിസംബോധിതരാരാ? മക്കയിലെ മുശ്രിക്കീങ്ങളാണ്, അവിശ്വാസികളാണ്. ആയതുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിലാണ് റഹ്മാനായ റബ്ബ് മക്കിയ സൂറത്തുകളിൽ അവരെ എല്ലാം അഭിസംബോധന ചെയ്തത്. മാത്രമല്ല മക്കിയ സൂറത്തുകള് ഹ്രസ്വമായിരിക്കും. ഹ്രസ്വം മീൻസ് ലഘുവായിരിക്കും, ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും ഉണ്ടാവുക. എന്നാലോ മദനിയ സൂറത്തുകളെ കുറിച്ച് നീണ്ട വിശാലമായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാകും എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മക്കിയ സൂറത്തുകളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക ഉസൂലിയാത്താണ്. എന്താ ഉസൂലിയാത്ത് പറഞ്ഞാല്? ഉസൂലിയാത്ത് ഫുറൂഇയാത്ത് എന്ന് പറയും. ഉസൂലിയാത്ത് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളല്ല, അതായത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, തൗഹീദ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് മക്കിയ സൂറത്തുകളിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക? ചർച്ച ചെയ്യുക. എന്നാൽ മദനിയ സൂറത്തുകളിൽ ഫുറൂഇയാത്ത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വരുന്നതിന് മുന്നേ അല്ലെ, റസൂലുള്ളാഹിന്റെ ഹിജ്റ, ആ റസൂലുള്ളാഹിന്റെ വരവ് കാത്തിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അൻസാരികൾ കാത്തു നിൽക്കുന്നുണ്ട്. അൻസാരികൾ കാത്തില്ലേ? അറകളിലെ കന്യകമാര് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കാത്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ കാണാം. അപ്പൊ ഇസ്ലാം അവിടെ വ്യാപിച്ചതിന് ശേഷം കൂടിയാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചെല്ലുന്നത്. പിന്നെ അവർക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ? അവിടെയുള്ള വിശ്വാസികൾക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമസ്കാരം പോലെ, ഹജ്ജ് പോലെയുള്ള അങ്ങനെ കുറേ കാര്യങ്ങള്, അവരുടെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മുആമലാത്ത്, കൈകാര്യകർത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സൂറത്തുൽ ബഖറയിൽ ഉള്ളത്. മാത്രമല്ല ഈ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ആര്? ജൂതന്മാര്, യഹൂദികൾ അല്ലെ? അപ്പൊ അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ ബഖറയില് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപട വിശ്വാസികളാണ് എന്ന നിലക്ക് അവര് പുറമെ അങ്ങനെയൊക്കെ നടന്നു. എന്നാൽ വിശ്വാസത്തിൽ തന്നെ നിഫാക്ക് വെച്ച് പുലർത്തിയ കപട വിശ്വാസികൾ,
അപ്പൊ അവരെയും ഈ സൂറത്തുൽ ബഖറയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഭാഗത്തുനിന്ന് വല്ല സംശയങ്ങളുണ്ടോ? അറിയുന്നതാണെങ്കിൽ പറയാം അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? എനിക്ക് ക്ലാസ് എടുക്കുമ്പോ ഒരു നിർബന്ധിത ബുദ്ധി ഉണ്ട്. എല്ലാവർക്കും എന്ത് ചെയ്യണം, മനസ്സിലായി പോകണം എന്നുള്ളത്. നമുക്ക് ഇങ്ങനെ ധൃതിപ്പെട്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മളെ സിലബസ് അടിസ്ഥാനത്തിലല്ല നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കി. അറിയുന്നതാണെങ്കിൽ പറയില്ല എങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഖുർആൻ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഖുർആനിലെ സൂറത്തുകൾ 2 രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്, മക്കിയ, രണ്ടാമത്തത് മദനിയ അല്ലെ? മക്കിയ സൂറത്തുകൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയുക, നിർവചനം കൊടുക്കാൻ കഴിയാം. ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് മക്കിയ എന്നും ഹിജറക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്ക് മദനിയ സൂറത്തുകൾ എന്നും നമുക്ക് പറയാം. അതുപോലെ തന്നെ മക്കിയ സൂറത്തുകള് ഹ്രസ്വമായിട്ടുള്ള ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും. മദനിയ സൂറത്തുകള് താരതമ്യേന കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ആയത്തുകളായിരിക്കും. സൂറത്തുൽ ബഖറ എടുത്ത് നോക്കിയ ആയത്തുദ്ദൈൻ അല്ലെ, ഒരു പേജ് മൊത്തം എന്തുണ്ട്, ആയത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ എന്തുണ്ട്, മദനിയെയും മക്കിയെയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മക്കിയ സൂറത്തുകളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക ഉസൂലിയാത്താണ്. എന്താണ്? ശിർക്ക്, തൗഹീദ് പോലുള്ള കാര്യങ്ങൾ. കാരണം അഭിസംബോധിതരാരാ? മക്കയിലെ അവിശ്വാസികളാണ് അല്ലെ? എന്നാൽ മദനിയ സൂറത്തുകളിലോ വിശ്വാസികളെയാണ്. അതോടൊപ്പം തന്നെ മുനാഫിക്കുകളുണ്ട്, യഹൂദികളുണ്ട്. താരതമ്യേന ലോലമായിട്ടുള്ള രീതിയാണ് റഹ്മാനായ റബ്ബ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ അല്ലെ ഈ ഭാഗം? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് നമ്മുടെ സൂറത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതാം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇപ്പൊ സൂറത്തുൽ ബഖറ എന്താ? ഈ സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താ ബഖറ എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അറിയാവുന്ന പദാണല്ലോ. പശു അല്ലെ? ഈ സൂറത്തില് ഇസ്രായേലിയർ അവരുടെ അടുക്കലുണ്ടായിരുന്ന ഒരു പശു കുട്ടിയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയും. നമ്മൾ അപ്പൊ എന്ത് ചെയ്യാം, അത് വിശദീകരിക്കാം. വ്യത്യസ്ത പേരുകൾ ഉണ്ടാവും പല സൂറത്തുകൾക്കും. സൂറത്തുൽ ഇഖ്ലാസിനൊക്കെ 4ഓളം പേരുകളുണ്ട്. സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ അസാസ്, അങ്ങനെ വ്യത്യസ്ത പേരുകൾ കാണാൻ കഴിയും. അപ്പൊ ആ ഖുർആനിൽ ആ സൂറത്തിൽ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, പേര് നൽകപ്പെടുക. ഓക്കെ, ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ബിസ്മിയുടെ അർത്ഥം എന്തായിരുന്നു? പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മനുഷ്യ വിവേചനോ മതവിവേചനോ റഹ്മാനായ റബ്ബ് കാണിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്ന രംഗത്ത്, ശ്വാസം നൽകുന്ന രംഗത്ത്, മഴ നൽകുന്ന രംഗത്ത് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ അള്ളാഹു അത്രയും കരുണാ കടാക്ഷമുള്ളവനാണ്. അതാണ് കരുണാനിധിയും അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാനി അർ-റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എന്ന് നമ്മൾ പറയാനുള്ള കാരണം. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ, അലിഫ് ലാം മീം. എന്താണ് അലിഫ് ലാം മീം? എന്തായിരുന്നു ഈ ആയത്തിന്റെ അർത്ഥം? ആർക്കാ പറയാൻ കഴിയാം? അലിഫ് ലാം മീം എന്നുള്ളതിന് ഒരു അർത്ഥം ഉണ്ടോ? അലിഫ് ലാം മീം അല്ലെ, എന്തായിരുന്നു അതിന്റെ ഒരു അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് കേട്ട് ഇത് സ്വഹാബത്തിന് ചൊല്ലിക്കൊടുത്ത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്ന് താബിഈ വര്യന്മാർ കൈമാറി വന്ന ഒരു വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങളിലൂടെ എന്ത് ചെയ്യാം, നമുക്കിത് മനസ്സിലാക്കാം അല്ലെ? അലിഫ് ലാം മീം എന്നുള്ളതിന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യില്ല, മലയാള പരിഭാഷകളിലൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാല് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ അലിഫ് ലാം മീമിലെ 3 അക്ഷരങ്ങളാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് സലാസത്തു അഹ്റൂഫ്. ഇതെന്താണ്?
മൂന്ന് അക്ഷരങ്ങളാണ്. അലിഫ് വേറെയാണ്, ലാമ് വേറെയാണ്, മീമ് വേറെയാണ്. അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ആരെങ്കിലും പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതാണ്, ഒരു അക്ഷരം പരിശുദ്ധ ഖുർആനിൽ ഓതിയാൽ എന്താണ്? അവനക്ക് പ്രതിഫലമുണ്ട്. ഒരു അക്ഷരത്തിന് എത്ര? 10 ഇരട്ടി പ്രതിഫലാണ്. എന്നിട്ട് റസൂലുള്ള എടുത്തു പറഞ്ഞ ഹദീസും ഉദാഹരണവും ഈ അലിഫ് ലാം മീം എന്നായിരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ പണ്ഡിതന്മാര് പറയാണ്, ഇത് തുഖ്റഉല അലാ ഹസ്ബിൽ കിതാബ. ഇത് എപ്പോഴും നമ്മൾ വായിക്കുക ഇതിന്റെ എഴുത്ത് രൂപത്തിലല്ല. എഴുത്ത് രൂപത്തിലാണോ നമ്മൾ വായിക്കുക? അങ്ങനെയാണ് അലം തറ, അല്ലെ? അലം തറ അത് നമ്മൾ എഴുത്ത് രൂപത്തിൽ വായിച്ചു. ഇവിടെ നമ്മൾ എങ്ങനെ വായിച്ചത്? വലാകിൻ അലാ ഹസ്ബി ഇസ്മിൽ ഹർഫ്. ഈ അക്ഷരത്തിന്റെ ഒരു പേരുണ്ട്. അപ്പൊ അലിഫ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അക്ഷരത്തിന്റെ പേര്, ലാമ് എന്നുള്ളതാണ്, മീമ് എന്നുള്ളതാണ്. അപ്പൊ ഇതേ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം. അപ്പൊ അലം തറ എന്നുള്ളതിന്റെ അലം എന്നുള്ളത് കണ്ടാൽ എന്താണ്? സമാനമായിട്ട് നമുക്ക് തോന്നിയേക്കാം, അല്ലെ? ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അല്ലെ? പ്രയാസമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ അക്ഷരത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് വായിക്കേണ്ടത്. അലിഫ് ലാം മീം. അപ്പൊ ആ കാര്യം എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വിശദീകരണങ്ങൾ, ഇത് എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ, അർത്ഥങ്ങളില്ലേ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലെ? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇതുമായി കടന്നു വന്നിട്ടുണ്ട്. ഇഖ്തലഫൽ ഉലമാഉ ഫീഹാ. ഈ അലിഫ് ലാം മീം എന്നുള്ളതിന് അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന നിലക്ക് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ പണ്ഡിതാഭിപ്രായമായിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അന്ന ലഹാ മഅന, ഇതിന് എന്തുണ്ട്? അർത്ഥമുണ്ട്. വഖ്തലഫ അസ്ഹാബു ഹാദൽ ഖൗൽ, ഈ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞവർക്ക് തന്നെ എന്തുണ്ട്? ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിൽ ചിലവര് പറഞ്ഞു ഇസ്മുല്ലാഹി അസ്സ വജല്ല, ഇതെന്താണ്? അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല ഔ ഇസ്മുൽ ലിസ്സൂറ, ഇതൊരു സൂറത്തിന്റെ ഇസ്മാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല ഔ അന്നഹു ഇശാറത്തിൻ ഇലാ മുദ്ദതി ഹാദിൽ ഉമ്മ, എന്തെങ്കിലും ഒരു സൂചനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇനി രണ്ടാമത്തെ അഭിപ്രായം എന്നുള്ളത് ഹിയ ഹുറൂഫുൻ ഹിജാഇയ, ഇതെന്താണ്? അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളിലെ ഒരു അക്ഷരമാലയിലെ ചില അക്ഷരങ്ങൾ തന്നെയാണ്. ലൈസ ലഹാ മഅന ഇത്ലാഖൻ, നിരുപാധികമായിട്ട് ഇതിനെന്തില്ല? ഒരർത്ഥവും ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ പണ്ഡിതാഭിപ്രായം. ഇനി മൂന്നാമത്തെ പണ്ഡിതാഭിപ്രായം എന്താ? ലഹാ മഅന, ഇതിന് അർത്ഥമുണ്ട്. അല്ലാഹു അഅലം, ആ അർത്ഥം എന്താണെന്ന് എന്തില്ല? നമുക്കറിയില്ല, അല്ലെ? ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ആ വിഷയത്തിലെ നമ്മൾ മിണ്ടാതിരിക്കണം. വലാകിൻ അല്ലാഹു അഅലം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. ഈ വിഷയത്തിൽ എന്തില്ല? അർത്ഥം നമുക്കറിയില്ല, അർത്ഥം നമുക്കറിയില്ല. എന്തുകൊണ്ട് ഇവര് അർത്ഥമുണ്ട് നമുക്കറിയില്ല എന്ന് പറഞ്ഞു? കാരണം ഖുർആൻ ഒരു അർത്ഥവും ഇല്ലാതെ എന്ത് ചെയ്യില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന് അർത്ഥമുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇനി നാലാമത്തെ പണ്ഡിത അഭിപ്രായം അത്തവഖുഫ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ മൗനം പാലിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? മൗനം പാലിക്കണം. അല്ലാ നസീദ അലാ തിലാവതിഹാ, നമ്മളിത് പാരായണം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല? കിടക്കേണ്ടതില്ല. ഇതിന് ആ അർത്ഥമുണ്ട്, ഇതിന് ഈ അർത്ഥമുണ്ട് എന്നുള്ള രൂപത്തില് നമ്മൾ കടക്കേണ്ടതില്ല. ഇതിനും അർത്ഥമുണ്ടാകാം, അർത്ഥമില്ലാതിരിക്കാം. ഇനി അർത്ഥമുണ്ടെങ്കിൽ തന്നെ ഫലാ നദ്രി, അതെന്തല്ല? നമുക്കറിയില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അഭിപ്രായം കൂടി അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. വഅസ്ഹുൽ അഖ്വാലി ഫീഹാ അൽ ഖൗലുസ് സാനി, ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ഖൗലുസ് സാനിയാണ്. എന്താ ഖൗലുസ് സാനി എന്ന് പറഞ്ഞാല്? ഹുറൂഫുൻ ജാഹിയ, ഇത് അറബി അക്ഷരമാലയിലെ ചില അക്ഷരങ്ങളാണ്. ലൈസ ലഹാ മഅന, ഇതിനെന്തില്ല? പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. കാരണം അലിഫ് എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ടോ? ഇല്ല. അറബികൾക്കിടയിൽ അർത്ഥമല്ല. ലാം എന്നുള്ളതിന് ഇതുണ്ടോ? അർത്ഥമല്ല. മീം എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ടോ? പ്രത്യേകിച്ച് എന്തില്ല. ചിലതിനോടൊപ്പം ചിലത് കൂടുമ്പോൾ അർത്ഥം ഉണ്ടാകുമെന്നല്ലാതെ ഇവ സ്വതന്ത്രമായി കടന്നു വരുമ്പോൾ എന്തില്ല? ഒരർത്ഥമില്ല. ഇനി ഇതൊക്കെ ആവട്ടെ, ഇനി ചില പണ്ഡിതന്മാരെന്തു പറഞ്ഞു? അർത്ഥമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ആ അർത്ഥം എന്തില്ല? നമുക്കറിയില്ല.
അങ്ങനെ പറഞ്ഞവരാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ. എന്നാൽ ആ അർത്ഥം ആരും എന്ത് ചെയ്തിട്ടില്ല, എവിടെയും പരാമർശിച്ചിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചേർത്തി വായിക്കണം. ഇതേ പണ്ഡിതന്മാർ എന്തും കൂടി പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഇഅ്ജാസ്, അത്ഭുതം, അല്ലെ, ആ അമാനുഷികത വെളിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് ഇത്തരം പ്രയോഗങ്ങൾ ഇവിടെ പ്രയോഗിച്ചത്. കാരണം ഇത് അഭിസംബോധിതർ ആരാ? മക്കയിലെ മുശ്രിക്കീങ്ങള് അറബി ഭാഷയിൽ അഗാധ ജ്ഞാനമുള്ളവരാ, അല്ലെ, എന്ന നിലപ്പിൽ നിന്ന് കവിതകൾ ചെല്ലാനും എല്ലാം കഴിവുള്ളവരാണ്. അപ്പൊ അവര് സംസാരിക്കുന്ന അതേ സംസാര ഭാഷയിൽ നിന്ന് തന്നെ റഹ്മാനായ റബ്ബ് അവര് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ, ഇതേപോലത്തെ ഒന്നും കൊണ്ടുവരാൻ അവർക്ക് സാധിക്കൂല എന്നുള്ള അമാനുഷികത കൂടി ഈ സൂറത്തിലൂടെ, ഈ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് എന്ത് ചെയ്യുക, വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്നുള്ളതാണ് ഇതിന് മലയാള വാചകത്തിന് അർത്ഥം വെക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുക. ഈ വിഷയം ക്ലിയർ ആണല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പ്രത്യേക അർത്ഥം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അങ്ങനെ ഒരു അർത്ഥം ഖുർആനിൽ എന്ത് ചെയ്തിട്ടില്ല, പരാമർശിച്ചിട്ടില്ല എന്നും കൂടി എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത് അല്ലെ. ഈ 114 സൂറത്തുകൾ 29 സൂറത്തുകളുടെ ആരംഭത്തിൽ എന്ത് കടന്നു വന്നിട്ടുണ്ട്, ഇതുപോലെ ഹുറൂഫുൽ മുഖത്തഅ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രയാസമാവില്ല എങ്കിൽ, അതിന് പ്രയാസപ്പെടുത്താൻ കൽപ്പന നല്ലിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ് മുതൽ ചെറിയൊരു നോട്ട് പുസ്തകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കത് എഴുതി വെക്കാൻ ഉപകരിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളും ഇപ്പൊ ഞാനിപ്പോ ഈ സൂറത്തുൽ ബഖറ ഇങ്ങനെ എടുത്ത് അതിൽ വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പുറമെ എഴുതിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. മറന്നു പോവുക എന്ന് മനുഷ്യന് തന്നെ ഇൻസാനി എന്നല്ലേ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എഴുതി വെച്ചാൽ നമുക്ക് ഒരു വട്ടം കൂടി ഒരു ആവർത്തി നമ്മളെ വീട്ടിലൊക്കെ പോയിരുന്നു വായിച്ചാൽ എന്ത് ചെയ്യും, ഇത് ഓർമ്മയിലുണ്ട്. കാരണം ഇൽമ് എന്നുള്ളത് നമുക്ക് എന്നൊന്നും ഉണ്ടാവണം. ആരെയും കൽപ്പിക്കുന്നല്ല, ആർക്കും കൊണ്ടുവരാതെ വരാൻ ഒന്നും പ്രശ്നമല്ല. ഞാൻ അതിന്റെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള രൂപം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ 29 സൂറത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞിട്ടുണ്ട്, ഹുറൂഫുൽ മുഖത്തഅ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സൂറത്തുകൾ എന്ന് ഞാൻ പറയാം, പക്ഷെ എന്ത് ചെയ്യണം, ആ സൂറത്തുകളിൽ ഏതൊക്കെ വരുന്നത് നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കണം, അല്ലെ. അതല്ലേ നല്ലത്, പ്രയാസമൊന്നുമില്ല. അലിഫ് ലാം മീം, അല്ലെ, സ്വാദ്, ഖാഫ് ഹാ യാ ഐൻ സ്വാദ്, നൂൻ, സ്വാദ്, അങ്ങനെ എളുപ്പമുള്ള വളരെ നമുക്കൊക്കെ സുപരിചിതമായതാണ്. ആ സൂറത്തുകൾ പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ഖുർആൻ എന്നിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് ഓർത്തെടുക്കുക. അതൊരു പഠനത്തിന്റെ ഒരു എളുപ്പം, നമുക്കത് ഓർക്കാനും വീണ്ടും വീണ്ടും പഠിക്കാനൊക്കെ എന്ത് ഉണ്ടാവും, ഒരു പ്രചോദനമാകും എന്ന നിലക്കാണ്, അല്ലെ. ഒന്ന് സൂറത്തുൽ മറിയമിൽ എന്ത് ചെയ്യുന്നത്, ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മറിയമില് ഏതാണ്, സൂറത്തുൽ മറിയമില് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പറയണം. ഖാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ. അവിടെ എന്ത് ചെയ്തു, 5 അക്ഷരങ്ങളാ വന്നത് അല്ലെ. 5 അക്ഷരങ്ങളുണ്ട്, 4 അക്ഷരങ്ങളുണ്ട്, ഒരക്ഷരത്തിൽ ഹുറൂഫുൽ മുഖത്തഅ കടന്നു വന്നിട്ടുണ്ട്. അപ്പോ സൂറത്തുൽ മറിയം, സൂറത്തുൽ ബഖറയിൽ ആണ് നമ്മൾ പഠിച്ചത് അലിഫ് ലാം മീം. അതുപോലെ തന്നെ സൂറത്തു ആലി ഇംറാനിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ അഅറാഫിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു യൂനുസിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്ത് ഹൂദിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്ത് യൂസഫിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു ഇബ്രാഹിമിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു ത്വാഹയിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു ശുഅറായിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു നംലിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ ഖസസിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ അൻകബൂത്തിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു റൂമിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു ലുഖ്മാനിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു സജദയിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു യാസീനിൽ കടന്നു വന്നിട്ടുണ്ട്, സ്വാദിൽ കടന്നു വന്നിട്ടുണ്ട്, ഗാഫിറിൽ കടന്നു വന്നിട്ടുണ്ട്, ഫുസ്സിലത്തിൽ കടന്നു വന്നിട്ടുണ്ട്, അതുപോലെ സൂറത്തു ശൂറയിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു സുഖ്റുഫിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തു ദുഖാനിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ ജാസിയയിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ അഹ്ഖാഫിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ ഖാഫിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ ഖലമിൽ കടന്നു വന്നിട്ടുണ്ട്, സൂറത്തുൽ നൂനിൽ കടന്നു വന്നിട്ടുണ്ട്. ഏതായാലും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് എന്ത് ചെയ്യാ, പ്ലേ ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു പോകും. അപ്പൊ ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത ചരിത്രത്തിലാണ് എന്നാണ് ഓർമ്മ, തെറ്റുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. അദ്ദേഹം കിടക്കുന്ന പായിൽ ഇത്രയും പ്രായമായിട്ടുണ്ട്, വലിയ പ്രായമായിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യം വന്നിട്ട് ഒരു മസ്അല അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം അത് എഴുതി വെക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് ശിഷ്യൻ ചോദിച്ചു എന്നാണ്,
ഇനിയിപ്പോ ഉസ്താദെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ആരും പഠിപ്പിക്കാൻ കഴിയുന്നില്ല, കാരണം ആ അവസ്ഥയിൽ എത്തിക്കണേ. പക്ഷേ ഇമാം ഖുർത്തുബിയാണോ ദാർഖുത്തിയാണോ എന്നുള്ളതിൽ സംശയമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ വിഷയത്തിൽ അറിവില്ലാത്തവനായ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നതാണ്. മുൻഗാമികളൊക്കെ എന്ത് ചെയ്തിരുന്നു, ആ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ചിലവർക്ക് കേട്ടാലൂടെ എന്ത് ചെയ്യും, ഹിഫ്ലാഗ്, അങ്ങനത്തെ എഴുതണ്ട, ഒറ്റ കേൾവിയിൽ ഹിഫ്ലാകുന്ന പണ്ഡിതന്മാര് മുൻകാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാത്തവർ നമ്മളൊന്ന് നോട്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഖൈറുണ്ടായിരുന്നു. ഇവിടുന്നല്ല എങ്കിലും ഇത് വീഡിയോ രൂപത്തിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യും, വലിയ ഉപകാരം ഉണ്ടാവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 28 അറബി അക്ഷരമാലയാണ്. ആ 28-ലെ 14 അക്ഷരമാലയിൽ മാത്രമാണ് എന്ത് ചെയ്തത്, ഈ ഹുറൂഫുൽ മുഖത്തഅ കടന്നു വന്നത്. 28 അറബി അക്ഷരങ്ങളുണ്ട്. ആ 28 അറബി അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ 29 സൂറത്തുകളിലൂടെയും കണ്ണോടിക്കുകയാണെങ്കിൽ ഈ അക്ഷരങ്ങളിൽ മാത്രമാണ് കടന്നു വന്നിട്ട്. ഒന്ന് അലിഫാണ്, ലാമ്, മീമ്, സ്വാദ്, റാ, കാഫ്, അതുപോലെ തന്നെ ഹ, യാ, ഐന്, ത്വാ, സീൻ, ഹ, ഖാഫ്, നൂന്. ഈ അക്ഷരങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്, ഹുറൂഫുൽ മുഖത്തഅ കടന്നു പോയിട്ടുള്ളത് എന്നും കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ 29 സൂറത്തുകൾ എന്ത് ചെയ്തു, ഹുറൂഫുൽ മുഖത്തഅ ആരംഭം കുറിച്ച് തന്നെ കടന്നു വന്നു. 28 അറബി അക്ഷരമാലയിൽ 14 അക്ഷരമാലയിലൂടെയാണ് ഹുറൂഫുൽ മുഖത്തഅ കടന്നു പോയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി അല്ലെ. അപ്പൊ ആ വിഷയങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഈ ആയത്ത് 2 രൂപത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. ഒന്ന് ദാലിക്കൽ കിതാബു ലാ റൈബ, അങ്ങനെ നമുക്ക് പാരായണം ചെയ്യാം. ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പാരായണം ചെയ്ത ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന രൂപേണ നമുക്ക് പാരായണം ചെയ്യാം. 2 പാരായണം എന്താണ്, സ്വഹീഹാണ്, അല്ലാഹു അഅലം. ഇനി നോക്കിയ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദാലിക്ക എന്നുള്ളത്, എന്താണ് ആർക്കാ പറയാൻ കഴിയാ, എന്താണ് ഈ ദാലിക്ക എന്ന് പറഞ്ഞാല്? അതാകുന്നു ഗ്രന്ഥം എന്നാണോ, ഇതാകുന്നു ഗ്രന്ഥം എന്നാണോ? അതാകുന്നു ഗ്രന്ഥം. എന്നാൽ മലയാള പരിഭാഷയിലൊക്കെ നമുക്ക് കാണാം ഇതാകുന്നു ഗ്രന്ഥം എന്നുള്ളതാണ്. എന്താണ് ഇതാകുന്ന ഒരു ഗ്രന്ഥം? രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഇതാകുന്നു ഗ്രന്ഥം. ദാ എന്നുള്ളത് ഇഷാറത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നതാണ്. എന്താ ഇഷാറത്ത് എന്ന് പറഞ്ഞാല്? എന്താണ് ഇഷാറത്ത് എന്ന് പറഞ്ഞാല്? ഇത്, അത് എന്ന് പറയുമല്ലോ, സൂചന നൽകുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നതാണ് ദാ എന്നുള്ളത് അല്ലെ. പിന്നെ അവിടെ വന്നത് ലാമാണ്. ഈ ലാമ് എന്നുള്ളതിന് പറയുന്ന ലാം ലിൽ ബുഅദ് എന്ന് പറയും, വിദൂരതയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ലാമ് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ കാഫാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലെ. ഈ കാഫ് എന്നുള്ളത് മുഖാത്തബിനെ സംബന്ധിച്ചിടത്തോളാണ്. ഇപ്പൊ ദാലിക്ക, ദാലിക്കി, ദാലിക്കും അല്ലെ, ദാലിക്കുന്ന, ദാലിക്കുമാ, ദാലിക്ക എന്നൊക്കെ കടന്നു വരാം. ഇതൊക്കെ അറബികൾക്കിടയിൽ പ്രയോഗിച്ച പ്രയോഗങ്ങൾ തന്നെയാണ്. അറബികൾക്കിടയിൽ പ്രയോഗിച്ച പ്രയോഗങ്ങൾ തന്നെയാണ്. ഇബ്നു ഹുസൈനി റഹ്മത്തുള്ളാഹി ആ വിഷയത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ദാലിക്ക എന്നുള്ളതിനെ തന്നെ എന്ത് ചെയ്യാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ പരിശുദ്ധ ഖുർആനിന്റെ അറബി ഭാഷയിലെ ഇഅ്ജാസിനെ പഠിപ്പിക്കുകയാണ്. ഇത് വെല്ലാൻ, ഇതിനെ മറികടക്കാൻ ആരുമില്ല അല്ലെ. അറബി തമ്പുരാക്കന്മാര് ജീവിച്ച കാലഘട്ടത്തിലാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, അവതരിക്കുന്നത്. അപ്പൊ അവിടെ റഹ്മാനായ റബ്ബ് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദാലിക്ക എന്നുള്ളത്, ദാ എന്നുള്ള ഇഷാറത്താണ്. ഇതാകുന്നു എന്ത്, ഇതാകുന്നു ഗ്രന്ഥം. ഈ ഇതാകുന്നു ഗ്രന്ഥം എന്നുള്ള ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇതാകുന്നു ഗ്രന്ഥം. അതാണ് ആ കാ എന്നുള്ളത് അല്ലെ. അത് ദാലിക്കും എന്നാവാം, ദാലിക്കി എന്നാവാം, ദാലിക്ക എന്നാവാം, ഏത് രൂപത്തിലും പ്രയോഗിക്കാം. പക്ഷെ ഇവിടെ ഖുർആൻ പ്രയോഗിച്ചു ദാലിക്കായി, അതും ശരി തന്നെയാണ്. ഈ പെണ്ണും ആണും ജമാഅത്തും കൂട്ടരും കൂട്ടരല്ലാത്തവരും കുട്ടികളും മക്കളും ഒക്കെ എന്ത് ചെയ്തു, ഈ ദാലിക്ക എന്ന് പറഞ്ഞതിൽ തന്നെ അതിന് സമയവും ദാലിക്ക എന്നുള്ളതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്.
അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ദാലിക്കയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. ഇവിടെ ഈ ഖുർആനിൽ ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കി ഇതാകുന്നു ഗ്രന്ഥം എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ലാം ലിൽ ബുഅദ് വിദൂരതയെ അറിയിക്കുന്നതിന് എന്ന് ഇവിടെ പരാമർശിച്ചത് എന്നുള്ളതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിന് കൊടുത്ത മഹത്വമാണ്. ഇപ്പൊ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു ബഹുമാനപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹം എന്ന് പറയും, അല്ലെ? ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാണ്. എന്ത് ചെയ്യും? അദ്ദേഹം എന്ന് പറയും. അപ്പൊ ഇത് ഖുർആനിന് കൊടുത്തൊരു ആദരവാണ്. അതാണ് ദാലിക. ലാം ലിൽ ബുഅദിനാണ് ഉപയോഗിക്കുന്നെങ്കിലും ഇതാകുന്നു ഗ്രന്ഥം എന്ന് പറഞ്ഞതെങ്കിലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുർആനിന്റെ മഹത്വമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വെളിവാകുന്നത് എന്നും കൂടി പണ്ഡിതന്മാര് ഈ ദാലിക എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദാലിക ഇതാകുന്നു ഗ്രന്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിക്കുന്നത് എന്താ പരാമർശിക്കുന്നത്? ലാ റൈബ ഫീ. ലാ റൈബ ഫീ. എന്തില്ല? ഇതിലൊരു സംശയവുമില്ല. ഇവിടെ ഈ ലാമുണ്ടല്ലോ, ഈ ലാമ് നഫിയുൽ ജിൻസാണ്. അതായത് സംശയത്തിന് ഇടയാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? നിരർത്ഥകമാക്കി. അതിനെല്ലാം എന്ത് ചെയ്തു? നിരർത്ഥകമാക്കി. ഇപ്പൊ ലാ റൈബു എന്ന് പറയുകയാണെങ്കിൽ ഇത്ര സ്ട്രോങ് ഉണ്ടായിരുന്നില്ല. ലാ റൈബു എന്ന് പറയുകയാണെങ്കിൽ ഇത്ര സ്ട്രോങ് ഉണ്ടായിരുന്നില്ല. ഈ ലാമ് വന്നാൽ അവിടെ നസ്ബ് ചെയ്തു. നസ്ബ് പറഞ്ഞ ഫതഹ് കൊടുത്തു, അല്ലെ? ലാ റൈബ. അതാണ് ലാ ഇലാഹ. ലാ ഇലാഹ നമ്മൾ പറഞ്ഞു. ലാ ഇലാഹ, ഒരു ആരാധ്യനും ഇല്ല. എന്തില്ല? ഒരു ആരാധ്യനും ഇല്ല. അതായത് ഒരു സംശയത്തിന് ഇടയും ഖുർആനിലില്ല. ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ പൊട്ടിമുളച്ചാലും ഖുർആനിൽ എന്തില്ല? ഒരു സംശയവും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യാണ്? ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നെന്താ? ദാലിക്കൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം. ഈ ഗ്രന്ഥം, അല്ലെ? ഇതാകുന്നു ഗ്രന്ഥം. കിതാബ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചത്. കിതാബ് പറഞ്ഞ എന്താ? മക്തൂബാണ്, അല്ലെ? എഴുതപ്പെട്ടതാണ്. അപ്പൊ ഈ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നോ? ഇത് എഴുതപ്പെട്ടിരുന്നോ? ഖുർആൻ അവതരിക്കുന്ന സമയത്ത് എഴുതപ്പെട്ടിരുന്നോ? എഴുതപ്പെട്ടിരുന്നു. ഇത് ചോദിച്ച ചോദ്യങ്ങളാണ്. അവരെ കളിയാക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി ചോദിച്ച ചോദ്യങ്ങളാണ്. അള്ളാഹു പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ആ വിഷയത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഖുർആൻ മൊത്തം ലൗഹിൽ മഹ്ഫൂദിൽ എന്താണ്? എഴുതപ്പെട്ട കാര്യമാണ്. എല്ലാം എഴുതപ്പെട്ട കാര്യമാണ്. പിന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫീ സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ. ബി സുഹഫിൻ മുകറമ, മലായികത്തുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടോ മക്തൂബുൻ ഫി സുഹഫിൽ ലതീ ബൈന ഐദിന്നാസ്, ജനങ്ങളിലുള്ള ഏടുകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ഉദ്ദേശം. എഴുതപ്പെട്ട ഈ ഗ്രന്ഥം, അത് ഇതാകുന്നു ഗ്രന്ഥം. ലാ റൈബ ഫീ. ഈ ഗ്രന്ഥത്തിൽ എന്തില്ല? ഒരു സംശയമില്ല. സാധാരണഗതിയില് അറബിയില് റൈബും ഉപയോഗിച്ചിട്ടുണ്ട്, ഷെക്ക്. ഷെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പദം എന്താ? ഷെക്ക് എന്നുള്ളതാണ്. ഈ ഷെക്കും റൈബും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരുന്നത്. റൈബ് എന്ന് പറഞ്ഞാല് ഒരു വിഷയത്തിലുള്ള സംശയം, ആ സംശയം കാരണം മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത, അതങ്ങോട്ട് വേറിട്ട് പോണില്ല. ചിലതൊരു ഷെക്ക് ഉണ്ടാവും, അത് അങ്ങനെയാണോ, സാരല്ല, അത് പോയി. എന്നാ റൈബ് അങ്ങനെയല്ല. റൈബ് ആ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യില്ല, ആ കെട്ടിക്കൊടുക്കാണ് വിടൂല. ഇപ്പൊ ഖുർആനിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടാവോ, ഇതിങ്ങനെ ഉണ്ടാവോ, അങ്ങനത്തെ ഒരു സംശയത്തിന് എന്തില്ല, അങ്ങനത്തെ ഒരു സംശയത്തിനും ഖുർആനിൽ യാതൊരുവിധ പഴുതുമില്ല എന്ന് റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്, അല്ലെ? എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ചെന്താ? ഹുദല്ലിൽ മുത്തഖീൻ. ഹുദല്ലിൽ മുത്തഖീൻ എന്താണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ ഇത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ ഇത്. ഇൻഷാ അല്ലാഹ് ആ ഒരു പദത്തെ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാല്? എന്താ ഈ സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ?
ഇംതിസാലു അവാമിരില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ ശിരസാവഹിക്കുക. അതോടൊപ്പം തന്നെ വഇജ്തിനാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? പാടെ ഒഴിവാക്കുക. ഇതാണ് എന്ത്? തഖ്വ എന്നുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്താണ് തഖ്വ എന്ന് 4 നിർവചനങ്ങളിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, അൽ ഖൗഫു മിനൽ ജലീൽ എന്നാണ്, അള്ളാഹുവിനെ ഭയപ്പെടുക. അത് എവിടെയായിരുന്നാലും, ഇത്തഖില്ലാഹ ഐസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും എന്ത് ചെയ്യണം? പടച്ചോനെ ഭയപ്പെടണം. രണ്ടാമത്തത് അൽ ഖനാഅത്തു ബിൽ ഖലീലാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് മുത്തഖിയുടെ ഗുണമാണ് എന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ആരുടെ ഗുണമാണ്? മുത്തഖികളുടെ ഗുണമാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ എന്താണ്? അത് മുത്തഖിയുടെ ഗുണമാണ്. അത് അങ്ങനെയോ ഇതിങ്ങനെയോ നമുക്ക് വേണ്ടതെടുക്കുക, വേണ്ടാത്ത ഒഴിവാക്കുക, അത് മുത്തഖിയുടെ ഗുണമല്ല. നാലാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഇസ്തിഅദാദ് ലിയൗമിർ റഹീൽ, നാളെയുടെ പാരിത്രിക ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടി പാതയങ്ങൾ ഒരുമിച്ച് കൂട്ടൽ. ഈ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് വന്നാൽ അവനെ നമുക്ക് എന്ത് ചെയ്യാം? മുത്തഖി എന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മോടാ ചോദിക്കേണ്ടത്. ഹാസിബു ഖബല അൻ തുഹാസിബു എന്ന് പറഞ്ഞു. ഞാൻ എന്നോട് ചോദിക്കണം, പടച്ചോനെ ഞാൻ തഖ്വയുള്ളവരുടെ കൂട്ടത്തിലാണോ നാഥ? പടച്ചോനെ ഞാൻ തഖ്വയുള്ളവരുടെ കൂട്ടത്തിലാണോ നാഥ? ഈ ഗുണങ്ങൾ എന്ത് ചെയ്യണം? നമ്മിൽ കടന്നു വരണം. മറ്റൊരു സ്വഹാബി വരൻ അല്ലെ, മറ്റൊരു സ്വഹാബിയോട് ചോദിക്കുകയാണ്, എന്താണ് തഖ്വ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത നിർവചനം എന്താ അറിയോ? കൂരിട്ടുള്ള രാത്രിയിലെ കല്ലുകളും മുള്ളുകളുമുള്ള വഴിയിലൂടെ നീ നടന്നു പോകുമ്പോൾ നീ എത്രത്തോളം ശ്രദ്ധിക്കുമോ അതുപോലെ നീ നിന്റെ ജീവിതത്തെ എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എത്ര സുന്ദരമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ടോർച്ചില്ലാതെ ഒരു വഴിയിലൂടെ, ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ പോകുമ്പോൾ താഴോട്ട് നോക്കി എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് നാം നടക്കുക. പാമ്പുകളോ പഴുതാരകളോ മറ്റോ ക്ഷുദ്രജീവികളോ നമ്മെ ആക്രമിക്കുമോ എന്ന ഭയത്താൽ എത്ര ശ്രദ്ധിക്കുന്ന, അതുപോലെ ജീവിതത്തെ ക്രമീകരിക്കണം. അവനാണ് തഖ്വയുള്ളവരെന്ന് സഹാബത്ത് പരസ്പരം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? നാം ഉൾപ്പെടണം. ഇൻഷാ അല്ലാഹ് അൽ ഹിദായത്തിൽ ഇർഷാദ്, ഹിദായത്ത്, തൗഫീഖ് ഒക്കെ ഈ ഒരു ആയത്തുമായി എന്ത് ചെയ്യാണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അത്തരം വിഷയങ്ങൾ നമുക്ക് എടുക്കാം. ഒന്നും കൂടി ഈ ഒരു സൂറത്ത് നമുക്ക് പാരായണം ചെയ്ത് ഇതിന്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബു, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിച്ച സൂറത്ത്. വളരെ കുറഞ്ഞ ആയത്തുകൾ മാത്രമേ എടുത്തിട്ടുള്ള ഒരു സൂറത്തിന്റെ തുടക്കം എന്ന നിലക്ക് ഒന്ന് സ്ലോ ആയി പോയത് തന്നെയാണ് അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 29 സൂറത്തുകളില് ഹുറൂഫുൽ മുഖത്ത കടന്നു വന്നിട്ടുണ്ട്. ആ സൂറത്തുകൾ നമ്മൾ എന്ത് ചെയ്തു? പരാമർശിച്ചു. അതൊന്ന് വീട്ടിൽ പോയി എഴുതിയെടുക്കാൻ കഴിയുന്നവർ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. അലിഫ് ലാം മീം എന്നുള്ളതിന് എന്തില്ല? പ്രത്യേകം ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് ഇബ്നു ഹുസൈമി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ റാജിഹാക്കിയിട്ടുള്ളത്. ഇതിന് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞവർ തന്നെ ആ അർത്ഥത്തിലേക്ക് എത്തി നോക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അത് അല്ലാഹു അഅലം, അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അതിലുപരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹുറൂഫുൽ മുഖത്തയൊക്കെ ഇവിടെ പ്രയോഗിച്ചത് ഇജാസുൽ ഖുർആനാണ്. ഖുർആനിന്റെ അമാനുഷികത അല്ലെ, അത് വെളിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. 28 അറബിയിലെ അക്ഷരമാലയിലെ 14 അക്ഷരങ്ങളിലൂടെ മാത്രമാണ് ഹുറൂഫുൽ മുഖത്തഅ കടന്നു പോയിട്ടുള്ളത് എന്നും കൂടി നമ്മൾ പഠിച്ചു. അത്തരം വിഷയങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് പഠിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ
അവ ഉണ്ടാകണം. നമ്മളെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം, എപ്പോഴും പഠിക്കുക, എപ്പോഴും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇതിന്റെ പ്രതിഫലം കൊതിച്ചിട്ട്, ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതിന്റെ പ്രതിഫലം കൊതിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഇത് പോയിട്ട് വീട്ടിൽ നിന്ന് തുറന്നു നോക്കുമ്പോൾ കുറച്ചനെ അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഹുജ്ജത്തുൻ അലൈക്, അല്ലേ? നിനക്കിത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ട് വരും. അപ്പൊ ഇതൊക്കെ അനുകൂലമാകാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഖുർആൻ തുറന്നു നോക്കണമെന്ന, അല്ലെ? ഷഫീഅൻ ലി അസ്ഹാബി, അതിന്റെ ആളുകൾക്ക് ശുപാർശകരായിട്ട് ആ ഖുർആൻ കടന്നു വരും. ഇതിന് വേണ്ടിയിട്ടാണല്ലോ നാഥ ഞാൻ അത് തുറന്നു നോക്കണേ. നമ്മൾ ഓരോ അക്ഷരം ഓതാണെങ്കിലും പ്രിയപ്പെട്ടവർ, ആ പ്രതിഫലം എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് തഫ്സീറുകളിൽ എത്ര അക്ഷരങ്ങളാണ്, എത്ര കലിമാത്തുകളാണ് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയുള്ള ക്ലാസ്സിൽ കുറച്ച് വേഗതയിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും പോകാം. അതല്ല ഇങ്ങനെ ഓരോന്നും ക്ലിയർ ആക്കി പോകണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും പോകാം. ആർക്കും മടുപ്പും ചടപ്പൊന്നും ഉണ്ടാവരുത്. പലപ്പോഴും ഈ ഖുർആൻ പഠനത്തിലേക്ക് കയറിയാൽ തുടക്കത്തിൽ ആവേശം എന്ത് ഉണ്ടാവില്ല, അതിന്റെ ഒടുക്കത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയും. അപ്പൊ ഇത് തുടർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഇതെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിന് വന്നിരിക്കുന്ന സമയത്ത് തന്നെ പിശാച് തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെങ്കിലും എന്ത് ചെയ്യണം, നമ്മളെ പിന്തിരിപ്പിക്കണം. എന്തെങ്കിലും ഒരു തിരക്ക് അടുത്ത ഞായറാഴ്ച ചങ്ങായിക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിശാച് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു തിരക്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഈ ആയത്തെ കുറിച്ചൊക്കെ എന്താ, പിശാചിന് സംരക്ഷണ കവചമാണ്, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹുഫിള മിനശ് ശൈത്താൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശൈത്താനിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണ്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ പഠനവും അതിന്റെ പഠനത്തിന്റെ മുൻനിരയിലൊക്കെ നമുക്ക് എത്തിച്ചേരാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നൽകുകയുള്ളൂ എന്ന്. അദ്കാർ സ്വഭാവം ഇല്ലാത്തൊരു ദിവസം നമ്മളിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു കുറഞ്ഞ സമയം ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചൊല്ലാം. കുറച്ചും കൂടി ഒരു സമയം ഇരുന്ന് സൂര്യോദയത്തിന് ശേഷം ഒരു കുറഞ്ഞ സമയമൊക്കെ നമുക്ക് എല്ലാ ദിവസവും വേണം നല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞു കിട്ടുകയാണെങ്കിൽ ഖൈർ, അൽഹംദുലില്ലാ. നമുക്കൊരു സുഖവും സൗകര്യവും തിരക്കൊന്നും ഇല്ലാത്ത സമയം കൂടെ നമ്മളിലൊക്കെ കടന്നു വരും. അപ്പൊ ആ സമയത്ത് നമ്മള് പള്ളിയും മറ്റുമൊക്കെ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉള്ള സ്ഥിതിക്ക് കുറച്ചു നേരം ഇരുന്നാലും എന്ത് ചെയ്യും, ഒരു ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത കൂലി നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതിന്റെ ഇടയിൽ ദിക്റും ദുആവും ഖുർആൻ പഠനവും അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ എന്ത് ചെയ്യും, ആ ഒരു സമയത്തിലൂടെ നമുക്ക് തീർക്കാനും പറ്റും. അപ്പൊ ഇങ്ങനത്തെ പരമാവധി ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തുക. നമ്മൾ എന്നാണ് മരണപ്പെടുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നോ നമ്മളൊക്കെ നമ്മുടെ സ്വഗേഹങ്ങളിലേക്ക് എത്തുമെന്നൊന്നും ഒരു ഉറപ്പ് നമുക്ക് എന്തില്ല, ഇല്ല. ഒരു ചെറിയ ഒരു സുബ്ഹാനല്ലാ കൊണ്ട് മീസാനിൽ കനം തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. പണ്ഡിതന്മാര് പറഞ്ഞത് എന്റെ വാചകല്ലത്, അല്ലെ? ഒരു സുബ്ഹാനല്ലാ അധികരിച്ചതിന്റെ പേരിൽ ഒരു സുബ്ഹാനല്ലാ കൂടി ഉണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്ന സമയം പറയപ്പെട്ടവരെ നാളെ നമുക്ക് വിചാരണ നാളിൽ വരും. അത് ഉറപ്പാ, അതൊരു സംശയവുമില്ല. ഒരു ദിക്ർ ഉണ്ടെങ്കിൽ, അല്ലെ? നമുക്കൊരു ഖുർആനിന്റെ ഒരായത്തെ ഹിഫ്ലാക്കിയിട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ പോയാൽ അതല്ലാതെ ഇല്ലാതെ പോയ അവസ്ഥയൊന്നും നമ്മളൊക്കെ നിന്ന് താരതമ്യപ്പെടുത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് കിട്ടിയ അവസരം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇന്നുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരാഗ്രഹിച്ച പോലെ കൊതിച്ചതുപോലെ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ഈ ഒരു ഖുർആൻ പഠനത്തെ നാളെ പ്രതിഫലം ലഭിക്കുന്ന അമലാക്കി മാറ്റുമാറാകട്ടെ. ഈ ഒരു ഇരുത്തം ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ഇരുത്തമാക്കി റഹ്മാനായ റബ്ബ് മാറ്റുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് ഇഖ്ലാസോട് കൂടി പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിനെ അവഗണിക്കുന്നവർ എന്ന് പറഞ്ഞത് ജീവിത കാലയളവിൽ ഒരു നിമിഷം പോലും അത്തരക്കാരിൽ നമ്മെ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്താതിരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.